എല്ലാവരും ഇങ്ങോട്ട് നോക്കി. ഷാഫി, ഞാൻ മനസ്സിലാക്കുന്നത് ശ്രീ റഹീം ചോദിച്ചത് ഈ ഇത്തരത്തിൽ കൊലപാതക രാഷ്ട്രീയത്തിന്റെ ഭാഗമാകുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ താങ്കൾ തള്ളി പറയുന്നുണ്ടോ എന്നുകൂടിയാണ്. അതിനും കൂടി ഉത്തരം പറഞ്ഞ് ബാക്കി താങ്കൾ പറയാനുള്ളത് പൂർത്തിയാക്കും. പ്രിയപ്പെട്ട നിഷ, ഞാൻ റഹീം പറഞ്ഞ ഒരു ചോദ്യത്തിനും ഉത്തരം പറയാതെ പോയിട്ടില്ലല്ലോ. ആ ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് റഹീം കുറെ പരമ്പര പോലെ എന്നെ ആക്ഷേപിച്ചില്ലേ? എനിക്കൊരു ചുരുങ്ങിയ സെക്കൻഡ് ഉണ്ടെങ്കിൽ എനിക്ക് അതിന് മറുപടി പറയണ്ടല്ലോ. ആ മറുപടി പറയാനുള്ള ബാധ്യത എനിക്കില്ലേ? അതെ അതെ, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു കാര്യത്തിന് ഞാൻ മറുപടി പറയാതെ പോവില്ല. ഇനി റഹീം ചോദിച്ച ചോദ്യങ്ങൾക്ക് വരാം. അദ്ദേഹം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ആക്ഷേപിച്ചു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് ഈ കൊലപാതകത്തിൽ പങ്കുണ്ട് എന്ന് സംശയാതീതമായി തെളിയിക്കപ്പെട്ടാൽ ഞാൻ ഇതിന്റെ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞത് എന്താ? ഞങ്ങൾ അവരെ സംരക്ഷിക്കാൻ നിൽക്കില്ല എന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ ഈ ചർച്ച തുടങ്ങിയത്. ഞാൻ മറിച്ചെന്തെങ്കിലും പറഞ്ഞോ? ഇനി ചെറിയൊരു സംശയം, ആകാശ് തില്ലങ്കേരിക്ക് ആരാ എപ്പോഴും സംരക്ഷണം കൊടുക്കുന്നത്? കുഞ്ഞനന്ദൻ മഹാനായ വ്യക്തിത്വമാണെന്ന് ഇപ്പോഴും ആരാ പറഞ്ഞത്? കാരായി രാജനും കാരായി ചന്ദ്രശേഖരനും ഇത്രയും അധികം ഓൺ ചെയ്തത് ആരാ? കൊടിസുനിക്ക് ജയിലിൽ ഫോൺ ഉപയോഗിക്കാനുള്ള പെർമിഷൻ കൊടുത്തത് ആരാ? കൊടിസുനിക്ക് ഇഷ്ടം പോലെ പരോൾ അനുവദിച്ചത് ആരാ? പരോളിലിറങ്ങിയ മുഹമ്മദ് ഷാഫിക്ക് കല്യാണം കഴിക്കാൻ അവസരം ഒരുക്കി കൊടുക്കുമ്പോൾ ആ കല്യാണത്തിൽ MLA പങ്കെടുത്തിട്ട് അതിനെ വിജയിപ്പിക്കാൻ 2000 ആളുകളുടെ കൂട്ടത്തിൽ അവിടെ ഷംസീറിനെ പോലെ ഒരു MLA പങ്കെടുപ്പിച്ചിട്ട് അവർക്ക് പിന്തുണ കൊടുത്തത് ആരാ? പിന്നെ നാണക്കെടുത്തി. ഞാൻ വേറെ കാര്യം ചോദിച്ചോട്ടെ, കിർമാണി മനോജനും പുറത്തിറങ്ങിയിട്ട് കല്യാണം കഴിക്കുമ്പോൾ അതിനുള്ള അവസരം ഒരുക്കി കൊടുക്കാൻ പിന്തുണ കൊടുത്തത് ആരാ? ഓപ്പൺ കാറിൽ വരണയും വെച്ച് കൊലപാതക കേസിലെ പ്രതി, ഓപ്പൺ കാറിലെ കൊലപാതക കേസിലെ പ്രതിയെ ഞാൻ പറഞ്ഞു, ഈ പറയുന്ന ആര്? ഈ റഹീം ഇങ്ങനെ അക്ഷമ കാണിക്കണ്ട. റഹീം പറയുന്നത് മുഴുവൻ കേട്ടിരിക്കണമെന്ന് റഹീമിന്റെ നിർബന്ധവും. ബാക്കിയുള്ളവർ പറയുമ്പോൾ റഹീം കയറി ഇടപെട്ടാൽ പിന്നെ റഹീമിന്റെ താളത്തിനനുസരിച്ച് ബാക്കിയുള്ളവർക്ക് ചർച്ചയിൽ പങ്കെടുക്കാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞാൽ അതൊന്നും അനുവദിക്കാൻ കഴിയില്ല റഹീമെ. അതൊന്നും അനുവദിക്കാൻ കഴിയില്ല. ഞാൻ പറയും, ഞാൻ ആവർത്തിച്ചു പറയുന്നു, എന്നെ കാണുന്ന മുഴുവൻ പ്രേക്ഷകരുടെയും മുമ്പിൽ ഞാൻ പറയുന്നു, റഹീം ചോദിച്ച ഒരു ചോദ്യത്തിനും എനിക്ക് ഉത്തരമില്ലാതില്ല. പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ, നിങ്ങൾ പാരമ്പര്യമായിട്ട് പൊട്ടന്മാരല്ലേ. എന്റെ തിരിച്ച ചോദ്യങ്ങളും റഹീം കേൾക്കണം. അങ്ങനെ റഹീം ഞാൻ സംസാരിക്കുമ്പോ മുഴുവൻ ഇടപെട്ടുകൊണ്ടേ ഇരുന്നിട്ട് പിന്നെ എനിക്ക് പറയാനുള്ളത് പിന്നെ പറയാന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ആ വലിയ എന്നാ ഞാൻ ഇത്ര നേരം ഞാൻ പറഞ്ഞിട്ടില്ല. റഹീം തള്ളി പറയുന്നതിനെ പറ്റി റഹീം ചോദിച്ചല്ലോ, ഞാൻ ഇത്ര നേരം മിണ്ടിയിട്ടില്ല. വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിൽ ഒരു 307 രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഡിവൈഎഫ്ഐയുടെ ഏരിയ കമ്മിറ്റിയുടെ ജോയിന്റ് കൺവീനർ ആയിരുന്ന സഞ്ജയനെ വധിക്കാൻ ശ്രമിച്ച കേസിൽ ഒരു 307 ഞാൻ ചോദിക്കട്ടെ, ഞാൻ ആവർത്തിച്ചു പറയുന്നു, സംശയങ്ങൾക്ക് അതീതമായി ഈ പ്രതികൾ കുറ്റക്കാരാണ്, അല്ലെങ്കിൽ ഈ കുറ്റക്കാരിൽ ഏതെങ്കിലും ഒരു കോൺഗ്രസ് പ്രവർത്തകൻ ഉണ്ടെങ്കിൽ. എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. റഹീമെ തള്ളി പറഞ്ഞിരിക്കും, ഒരു സംശയവും വേണ്ട. റഹീമിന് പറയാൻ കഴിയും, അതുപോലെ റഹീമിന് പറയാൻ കഴിയും. എങ്ങനെ ഒരു ചർച്ച കൊണ്ട് നടക്കുന്ന റഹീമിന്റെ ചോദ്യത്തിന് പ്രസക്തമായ മറുപടി ഉണ്ട്. റഹീം അത് കേൾക്കാൻ തയ്യാറാവണം. ഉളുപ്പുണ്ടടാ ചക്കണക്ക്. മറുപടി ഞാൻ പറയുന്നതിനകത്ത് റഹീമിന് എന്തെങ്കിലും അസ്വസ്ഥതയുണ്ടോ? മറുപടി ഞാൻ പറയുന്നതിനകത്ത് അതല്ല ഉദ്ദേശം. ഞാൻ മാറി പിന്നെ ചൂടാണ്ട് ഇല്ല. എന്നെ ചോര കുടിക്കുന്ന ഡ്രാക്കുളാന്ന് വളരെ ആസ്വദിച്ച ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാണ്ട് പറഞ്ഞപ്പോ തിരിച്ചു പറയാൻ മറുപടി ഇല്ലാന്ന് വിചാരിച്ചോ? ആ തിരിച്ചു മറുപടി പറയുമ്പോ അതും കേട്ടോണ്ടിരിക്കണം. അതിനും ഇച്ചിരി ക്ഷമ കാണിക്കണം. അതിനും ഇച്ചിരി ക്ഷമ കാണിക്കണം. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായ